ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രുചിമേളം എ ടേസ്റ്റി ട്രാവലോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പുളിയിഞ്ചിയാണ്. ചില സ്ഥലങ്ങളിൽ ഇഞ്ചംപുളി എന്നും പറയാറുണ്ട്. അപ്പോൾ അതിലത്തെ ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് പുളിയും അതുപോലെ തന്നെ ഇഞ്ചിയുമാണ്. അപ്പോൾ പുളിയാണെങ്കിൽ 3 ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക, കുതിരാൻ വേണ്ടി വെക്കുക. അപ്പോൾ തണുത്ത വെള്ളവും നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ പെട്ടെന്ന് കുതിർന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചാലും മതി. അപ്പം ഞാനിവിടെ പുളി കുതിരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഒരു 1/4 കിലോ ഇഞ്ചി ഉപയോഗിക്കാം. അത് നമുക്ക് എടുത്തിട്ട് തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് മുളകാണ്, പച്ചമുളക്. ഒരു 4-5 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം. അതും കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വളരെ പൊടിയായിട്ട് കൊത്തി എരിയുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പുളി കുതിർന്നിട്ടുണ്ട്. അപ്പോൾ അത് പുളി നന്നായി പിഴിഞ്ഞ് എടുത്ത വെള്ളമാണിത്. അപ്പം ഇത് അരിച്ചിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളമാണ്. കാരണം ചിലപ്പം കല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല കറുത്ത പുളിയാണ് എപ്പോഴും പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുളി പഴകും തോറുമാണ് അത് കറക്കുക. അപ്പോൾ മറ്റേ പുതിയ പുളിയാണെങ്കിൽ അതിന് വലിയ കറുപ്പ് നിറമൊന്നും ഉണ്ടാവില്ല, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായിരിക്കും. പുളിയിഞ്ചി ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത് നല്ല കറുത്ത പുളിയാണ്. അപ്പോൾ ഇത് ഞാൻ ഇട്ടിരിക്കുന്ന നല്ല കറുത്ത പുളിയാണ്. പിന്നെ ഇനി അടുത്ത് നമുക്ക് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ പറഞ്ഞല്ലോ പച്ചമുളക് ഇതിൽ ഉപയോഗിക്കുന്നത് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടാണ് ഉള്ള പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മറ്റെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതായത് പൊടി ഐറ്റംസിൽ വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്, പിന്നെ മധുരത്തിനാണെങ്കിൽ ശർക്കര അഥവാ ബെല്ലം എന്ന്, ചില സ്ഥലത്ത് ബെല്ലം എന്നാണ് പറയാറുള്ളത്, അതാണ് മധുരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ താളിക്കാനായിട്ട് കടുക്, വറ്റൽമുളക്, കറിവേപ്പില. അപ്പോൾ ഇതൊക്കെയാണ് പൊടി ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാതെ പിന്നെ നമുക്ക് വേണ്ടതാണ് കായത്തിൻ്റെ പൊടി. കായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാഫോയിറ്റിഡ. അത് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന LGയുടെ കായത്തിൻ്റെ പൊടിയാണ്. LGയുടെ കായത്തിൻ്റെ പൊടി വളരെ നല്ലതാണ്. ഇനി ഇത് പൊടിയായിട്ടല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ടയായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ കായത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇട്ടാലും മതി. പിന്നെ എണ്ണ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് കേരള സർക്കാരിൻ്റെ കേര വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ അതാ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. കൊത്തിയരിഞ്ഞ ഇഞ്ചി, വട്ടത്തിലരിഞ്ഞ പച്ചമുളക്, പിന്നെ ബാക്കി പൊടി ഐറ്റംസ്, താളിക്കാനുള്ളത്, അങ്ങനെ എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ഈ ചേരുവകളൊക്കെ അടുപ്പിച്ച് കൊടുത്തു എന്നേ ഉള്ളൂ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പുളിയിഞ്ചി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അച്ഛനാണ്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. കടായി അല്ലെങ്കിൽ കൽച്ചട്ടി ഉപയോഗിച്ചാലും മതി. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി കൊത്തിയരിഞ്ഞ് വെച്ചത് ഇടുക. എന്നിട്ട് വഴറ്റുക, നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ഇഞ്ചി വഴണ്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പച്ചമുളക് ഇടുക. വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ടിട്ട് വഴറ്റുക. അപ്പോൾ ഇഞ്ചിയിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ അത് വഴണ്ടി വരാൻ കുറച്ച് സമയമെടുക്കും, പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലൊക്കെ ആണെങ്കിൽ. അപ്പോൾ തൃശ്ശൂർ സൈഡിലേക്കൊക്കെ ആണെങ്കിൽ ഈ പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ ഇതിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് വഴറ്റാറുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ അത് ഇവിടെ യൂസ് ചെയ്യുന്നില്ല ചുവന്നുള്ളി. പിന്നെ തിരുവനന്തപുരം ഭാഗത്തേക്കൊന്നും പുളിയിഞ്ചി തന്നെ ഇല്ല, അവിടെ ഇഞ്ചിക്കറിയാണുള്ളത്. ഇഞ്ചിക്കറിക്ക് മല്ലിപ്പൊടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതിൽ എരിവാണുള്ളത്. പക്ഷേ പുളിയിഞ്ചിക്കുള്ളത് മധുരമാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ അത്യാവശ്യം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് പൊടി ഐറ്റംസ് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ അതൊരു 1 ടീസ്പൂൺ മുളക് പൊടി വരെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ കൂടുതൽ മുളക് പൊടി ആഡ് ചെയ്യുകയും ചെയ്യാം. എന്നിട്ട് നന്നായി നമ്മൾ ഇളക്കണം, ഇളക്കി യോജിപ്പിക്കുക.
പിന്നെ അടുത്തതായിട്ട് ഇനി നമ്മൾ ഇതിൽ ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പിടുക. അത് നിങ്ങളുടെ ഒരു ഇതനുസരിച്ചിട്ട് ഇടുക ഉപ്പ്. ഇനി നമുക്ക് അടുത്തതായിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ഇടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു 3 ബെല്ലത്തിൻ്റെ 3 അച്ചിട്ടിട്ടുണ്ട്. അപ്പം 4 വരെയൊക്കെ ഇടാം കേട്ടോ, കുഴപ്പമില്ല. അടുത്തായിട്ട് നമുക്ക് കായത്തിൻ്റെ പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു അര ടീസ്പൂൺ മുതൽ ഒരു 3/4 ടീസ്പൂൺ വരെയൊക്കെ കായത്തിൻ്റെ പൊടി ഇടാം. അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ കായത്തിൻ്റെ ചെറിയ ഒരു പീസ് ഇട്ടാലും മതി. കായ അധികം ആവരുത്, കാരണം അധികമായി കഴിഞ്ഞാൽ കായ്ക്കും. പിന്നെ നമ്മളിത് അടച്ചു വെച്ചിട്ട് തിളപ്പിക്കുക നന്നായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് തിളപ്പിക്കേണ്ടത്. അങ്ങനെ ഇത് തിളച്ചിട്ട് വറ്റണം. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒന്ന് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് ഓവറായിട്ട് കുറുകാനും പാടില്ല, കാരണം തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും കൂടെ ഒന്ന് കുറുകും. അപ്പം ഒരു ഇത്തിരി വെള്ളമൊക്കെ ഉള്ള രീതിയിൽ ഇപ്പോൾ ഇതുപോലെ ഉള്ള കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര മതിയാവും. പിന്നെ ഈ പുളിയിഞ്ചി എന്ന് പറയുന്നത് 108 കറികൾക്ക് സമമാണ്. സദ്യകളിലൊക്കെ ആണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. ഷഡ്രസങ്ങളിൽ കൈപ്പൊഴിച്ച് ബാക്കി എല്ലാ രസങ്ങളും അടങ്ങിയതാണ്. ഇഞ്ചിയുടെ ചവർപ്പുണ്ട്, പിന്നെ അതുപോലെ തന്നെ എരിവ്, പുളി, ഉപ്പ്, പിന്നെ കായം ചേർത്തിട്ടുണ്ട് ദഹനത്തിനായിട്ട്. അപ്പം എല്ലാം കൊണ്ടും 108 കറികൾക്ക് സമമാണ് പുളിയിഞ്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ നമുക്ക് ഇത് അടുപ്പത്ത് നിന്ന് മാറ്റിയിട്ട് താളിക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇവയൊക്കെ ഇട്ടിട്ട് താളിക്കുക. അപ്പം വറ്റൽമുളക് നമ്മൾ ഉപയോഗിക്കുന്നത് മുറിച്ചിടുന്നില്ല, മുഴുവനായിട്ട് ഉപയോഗിക്കുക ചെയ്യുന്നത്. നമ്മൾ പുളിയിഞ്ചിയിൽ വറവിടുമ്പോൾ എപ്പോഴും വറ്റൽമുളക് മുറിച്ചിടാതെ മുഴുവനായിട്ട് ഇട്ടിട്ടാണ് വറവിടുന്നത്. അപ്പോൾ അതാ അവിടെ പുറത്ത് മഴ തകർത്ത് പെയ്യാണ്, അതിൻ്റെ ഒച്ചയും കൂടിയാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ ഇവിടെ ബെല്ലം ഇട്ടിരുന്നല്ലോ മധുരത്തിനായിട്ട്. ബെല്ലം ഇപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റായിട്ടാണ് ഇട്ടത് പുളിവെള്ളത്തിലേക്ക്. അതല്ല, ഇനിയിപ്പം ബെല്ലം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ബെല്ലം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഉരുക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ ഉരുക്കിയിട്ട് നമ്മൾ അത് അരിച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ കല്ലൊന്നും ഇല്ലാതിരിക്കും. അതല്ല ഇപ്പോൾ നല്ല ബെല്ലമാണ്, കല്ലൊന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ബെല്ലാണെങ്കിൽ ഡയറക്റ്റായിട്ട് ബെല്ലം ആഡ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ പുളിയിഞ്ചി ഇതാ റെഡി ആയിട്ടുണ്ട്. വറവൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ടുണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല സൂപ്പർ ഡിഷാണ്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.